അശ്വതി നക്ഷത്രക്കാരുടെ ഇപ്പോഴുള്ള സമയം നോക്കിയാൽ 3-ാം ഭാവത്തിൽ വ്യാഴം, 5-ൽ കേതു, 11-ൽ രാഹു, 12-ൽ ശനി. ഇങ്ങനെയാണ്. വ്യാഴം നല്ല സ്ഥിതിയിലല്ല. 3-ലെ വ്യാഴം അനുകൂലമായിട്ടല്ല വരുന്നത്. കാര്യങ്ങൾക്ക് തടസ്സം, പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രയാസമുള്ള സാഹചര്യം, ജോലിയിൽ പുരോഗതി ഇല്ലാതെ വരിക, ജോലി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അനുകൂലമല്ലാതിരിക്കുക, ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കത് കിട്ടാതിരിക്കുക, ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത ഇവയൊക്കെ കാണുന്നുണ്ട്. സാമ്പത്തിക നഷ്ടങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. ആരോഗ്യപരമായിട്ടുള്ള പല പ്രയാസങ്ങളും അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. 12-ലെ ശനി എന്ന് പറയുന്നത് 7-ര ശനിയുടെ ആരംഭ കാലഘട്ടമാണ്. കടുത്ത രീതിയിലുള്ള മനപ്രയാസങ്ങൾ, ജീവിതത്തിൽ വളരെ പ്രയാസകരമായ അനുഭവങ്ങൾ, ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിഷമ സന്ദർഭങ്ങൾ, മനസ്സിന് വളരെ സങ്കടങ്ങൾ അനുഭവപ്പെടുന്ന തരത്തിലുള്ള സാഹചര്യം ബന്ധങ്ങളിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ ഒക്കെ ഉണ്ടാവുക. ഇങ്ങനെ 7-ര ശനിയും 3-ലെ വ്യാഴവും എല്ലാം കൂടി പല അസ്വസ്ഥതകളും ഉണ്ടാകാം. എല്ലാവർക്കും ഒരേ അളവിൽ ഇത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചില സാഹചര്യങ്ങളിൽ ഗുണദോഷ സമ്മിശ്ര സാഹചര്യങ്ങളുണ്ടാകാം. കാരണം 11-ലെ രാഹു അവിടെയുണ്ട്. വളരെ നേട്ടങ്ങളും പുരോഗതിയും അപ്രതീക്ഷിതമായ ഗുണ അനുഭവങ്ങളും കാര്യവിജയവും മനസ്സിന് അവിചാരിത സന്തോഷവുമൊക്കെ 11-ലെ രാഹു കൊണ്ട് ഉണ്ടാകാം. നിങ്ങളിൽ പല പ്രായക്കാർക്ക് പല രീതിയിൽ ഇത് അനുഭവപ്പെടാം. അപ്പോൾ നിങ്ങളുടെ ഗ്രഹനില ശരിയായ രീതിയിൽ കണ്ടെത്തി നിങ്ങളുടെ ജനന സമയത്തെ ഗ്രഹനിലയും ദശാകാല സ്ഥിതികളുമെല്ലാം ശരിയായി പരിശോധിപ്പിച്ച് ഉചിതമായ പ്രതിവിധികൾ കണ്ടെത്തി ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. വ്യാഴദോഷ ശാന്തിക്കായി വിഷ്ണു സഹസ്രനാമ ജപം, ശിവന്റെ പഞ്ചാക്ഷരി മന്ത്ര ജപം, വിഷ്ണു ക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ച തോറും ദർശനം നടത്തിയുള്ള വഴിപാടുകൾ, ശിവക്ഷേത്ര ദർശനം ശനിയാഴ്ച തോറും നടത്തുക, ജലധാര ചെയ്യുക, ഇതൊക്കെ വളരെ ഗുണം ചെയ്യും. സത്യനാരായണ കലശം നടത്തുന്നതും വളരെ പ്രയോജനം ചെയ്യും.